ഇന്ന് ഈ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പാത അകലെയായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വാർത്ഥതയും അഹങ്കാരവും കൊണ്ട് ലോകം മുഴുവൻ അസ്വസ്ഥമായിരിക്കുന്ന ഒന്ന്. ഈ ലോകം ഇന്ന് എന്തുമാത്രം പ്രയാസപ്പെടുന്നു, ദുഃഖിക്കുന്നു. നിർദോഷികളായ കുഞ്ഞുങ്ങൾ ഗാസയിലും ഉക്രൈനിലുമൊക്കെ എന്തുമാത്രം ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ എത്രയോ കുട്ടികൾ മാതാപിതാക്കളോടൊപ്പം ആത്മഹത്യയിൽ കൂടി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയിരിക്കുന്നു. എന്തുകൊണ്ട് ഈ അസ്വസ്ഥത ലോകത്തിൽ വരുന്നു? ഇവിടെയെല്ലാം വിനയത്തിൻ്റെ മാർഗം നശിപ്പിച്ച് സഹനത്തിൻ്റെ മാർഗം നഷ്ടപ്പെടുത്തി സ്നേഹത്തിൻ്റെ മാർഗത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ സേവനം ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. പ്രയാസമുള്ളവരെ കരുതുവാൻ, ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം നൽകുവാൻ നാം താണിറങ്ങേണ്ടത് ആവശ്യമാണ്. ഇന്ന് അനേകം ആളുകൾ, യുവജനങ്ങളും കുട്ടികളുമൊക്കെ മദ്യലഹരിയിൽ അവരുടെ ജീവിതം ഹോമിച്ചു കൊണ്ടു കഴിയുകയാണ്. എന്നാൽ സാമൂഹ്യ സേവനം മദ്യലഹരിക്ക് പകരം സാമൂഹ്യ സേവനം ലഹരിയായി കണക്കാക്കി മാത്രമേ വിനയത്തിൻ്റെ മാർഗത്തിൽ കൂടി മറ്റുള്ളവരെ കരുതുവാനും ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയിക്കുവാനും കഴിയുള്ളൂ. ഈ സന്ദർഭത്തിലൊരു കാര്യം ഓർമ്മിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷമായി കണ്ണനാട് ഭദ്രാസനത്തിൽ നിന്ന് സമീപമുള്ള 16 ഹോസ്പിറ്റലുകളിൽ ഉച്ചയ്ക്ക് ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്നുണ്ട് കിടപ്പ് രോഗികൾക്ക്. അതിലൊരു ആശുപത്രി ആണ് തൊടുപുഴയിലുള്ളത്, താലൂക്ക് ആശുപത്രി. കഴിഞ്ഞ 17 വർഷം മാത്രമേ അവിടെ കൊടുക്കേണ്ട ആവശ്യം വന്നുള്ളൂ. കഴിഞ്ഞ 3 വർഷമായി അവിടെ നമ്മൾ കൊടുക്കുന്നതിന് പകരം ആ പ്രദേശത്തെ DYFIക്കാർ പൊതിച്ചോറ് കൊടുക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായി ഞങ്ങളവിടെ അധികൃതരോട് പറഞ്ഞു, അവരെപ്പോഴെങ്കിലും വയ്യ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി. പക്ഷേ ഇത്രയും കാലമായിട്ട് അവർ മുടക്കം കൂടാതെ കൊടുക്കുന്നുവെന്നാണ്. ഇതുപോലെ മറ്റനേകം പ്രദേശങ്ങളിലും മറ്റനേകം സാമൂഹ്യ സേവന രാഷ്ട്രീയ സംഘടനകളും മതങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ അറിവിൽപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ രാജ്യത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അതാണ്. സേവനം എന്നുള്ളത് ലഹരിയാക്കുന്ന ഒരു സമൂഹമായി നമ്മൾ വളർന്നാൽ എത്രമാത്രം നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്.